നമസ്കാരം. 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ 1 തിങ്കളാഴ്ചയാണ്, മിഥുനം 17. ദേശീയതലത്തിൽ വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ദിനമാണിന്ന്. ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരത്തിന് കളമൊരുങ്ങുന്നു. സമാജ്വാദി പാർട്ടി MP അവധേഷ് പ്രസാദ് ഇന്ത്യ സഖ്യത്തിന് സ്ഥാനാർത്ഥിയാകും എന്നുള്ള സൂചനകൾ പുറത്തുവരുന്നുണ്ട്. അതുപോലെ പ്രതിഷേധങ്ങൾക്കിടെ പന്ന്യങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്ന് ഇന്നു മുതൽ ടോൾ പിരിച്ചു തുടങ്ങും. വരും മണിക്കൂറുകളിൽ അത് എങ്ങനെയാണ് ആ വാർത്ത ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ ശ്രദ്ധേയമാണ്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട വാർത്തകളുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 100 ന്യൂസാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യം പ്രധാന വാർത്തകൾ. ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരത്തിന് കളമൊരുങ്ങുന്നു. MP അവധേഷ് പ്രസാദ് ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചന. കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ലെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ ഇന്ത്യ സഖ്യകക്ഷികളെ അറിയിച്ചതായി വിവരം. പ്രതിഷേധങ്ങൾക്കിടെ പന്ന്യങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്ന് ഇന്നു മുതൽ ടോൾ പിരിച്ചു തുടങ്ങും. ടോൾ കമ്പനി നീക്കത്തിനെതിരെ ജനകീയ വേദിയുടെ ഭാഗത്തു നിന്നുൾപ്പെടെ എതിർപ്പ് ശക്തം. പ്രതിഷേധം ആരംഭിച്ച് DYFI. രാവിലെ 10 മണി മുതൽ ടോൾ പിരിക്കും. രാജ്യത്ത് ഇന്നു മുതൽ പുതിയ ശിക്ഷാ നിയമം പ്രാബല്യത്തിൽ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റങ്ങൾക്ക് കർശന ശിക്ഷ. എല്ലാ കേസുകളിലെയും അന്വേഷണം 6 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് വ്യവസ്ഥ. അർദ്ധരാത്രി മുതൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും തുടർ നടപടികൾ സ്വീകരിക്കുന്നതും പുതിയ നിയമപ്രകാരം. പാർട്ടിക്കെതിരായ CPIയുടെ പരസ്യ വിമർശനത്തിൽ CPIM-ന് കടുത്ത അതൃപ്തി. CPIM നേതാക്കളെ സ്വർണ്ണക്കടത്തുകാരായും സ്വർണം പൊട്ടിക്കലുകാരായും ചിത്രീകരിക്കുന്ന പ്രസ്താവനയാണെന്ന് CPIM നേതാക്കളുടെ നിലപാട്. പ്രതിരോധിക്കാൻ CPIM. മാസപ്പടി കേസിൽ ED അന്വേഷണത്തിനെതിരെ CMRL ജീവനക്കാർ നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. CMRL കമ്പനി ചെലവുകൾ പെരുപ്പിച്ച് കാട്ടിയെന്നാണ് EDയുടെ നിഗമനം. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് നൽകിയ പണത്തിന്റെ ഉറവിടം കണ്ടെത്താൻ വിശദമായ അന്വേഷണം വേണമെന്നും ആവശ്യം. സംസ്ഥാനത്ത് പോലീസുകാർക്കിടയിൽ വർദ്ധിച്ചുവരുന്ന ആത്മഹത്യ പ്രതിപക്ഷം നിയമസഭയിൽ ഇന്ന് ഉന്നയിക്കും. നെൽകൃഷി മേഖല നേരിടുന്ന പ്രതിസന്ധി ശ്രദ്ധ ക്ഷണിക്കലായി വരും. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദ്യോത്തരവേളയിൽ ആദ്യം ഉണ്ടാവുക. ഉത്തരേന്ത്യയിൽ മഴക്കെടുതി രൂക്ഷം. ജമ്മുകശ്മീരിലെ കിഷ്ത്വാറിൽ മണ്ണിടിച്ചിലിൽ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. ഹിമാചലിൽ നിരവധി റോഡുകൾ തകർന്നു. ഡൽഹിയിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കോഴിക്കോട് ICU പീഡനക്കേസ് അതിജീവിത ഇന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ കാണും. പീഡന പരാതിയിൽ അതിജീവിതയുടെ മൊഴി ഡോക്ടർ KV പ്രീതി പൂർണ്ണമായും രേഖപ്പെടുത്തിയില്ല എന്ന് പോലീസിന്റെ കണ്ടെത്തൽ. ഡോക്ടർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം. നീതി ലഭിച്ചില്ല എങ്കിൽ വീണ്ടും സമരം ആരംഭിക്കുമെന്ന് അതിജീവിത. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച 12 വയസ്സുകാരന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. 8 ദിവസമായി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ വെന്റിലേറ്ററിലാണ് കുട്ടി. 2 മാസത്തിനിടെ 3ാമത്തെ ആൾക്കും രോഗം സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതയിൽ. കൂടത്തായി കൊലപാതക പരമ്പര കേസ് ഇന്ന് എരഞ്ഞിപ്പാലത്തെ പ്രത്യേക കോടതി പരിഗണിക്കും. റോയ് തോമസ് വധക്കേസാണ് പരിഗണിക്കുക. കേസിലെ എതിർവിസ്താരം പുനരാരംഭിക്കും. 1-ാം പ്രതി ജോളി ജോസഫിന്റെ 2 സഹോദരങ്ങളെ പ്രതിഭാഗം വിസ്തരിക്കും. നോക്കാം ഇനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. സ്നേഹവും കരുണയും സാന്ത്വനവും പകരുന്നതാണ് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുടെ കഥകളെന്ന് തെലങ്കാന ഗവർണർ CP രാധാകൃഷ്ണൻ. PS ശ്രീധരൻപിള്ളയുടെ തത്ത വരാതിരിക്കില്ല എന്ന കഥാസമാഹാരത്തിന്റെ തെലുങ്ക് പരിഭാഷ രാമച്ചിലുക പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു CP രാധാകൃഷ്ണൻ. തെലങ്കാന രാജ്ഭവനിൽ നടന്ന പരിപാടിയിൽ തെലുങ്ക് എഴുത്തുകാരൻ പ്രൊഫസർ കോലാക്കലൂരി ഇനോഗ് ആദ്യ പുസ്തകം ഏറ്റുവാങ്ങി. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വർദ്ധിപ്പിച്ച യൂസർ ഫീ ഇന്ന് പ്രാബല്യത്തിൽ വരും. വിമാനത്താവളത്തിൽ നിന്നുള്ള ആഭ്യന്തര വിദേശ യാത്രക്കാർക്ക് ചെലവേറും. യൂസർ ഫീ ഉയരുന്നത് എയർപോർട്ട് എക്കോണമിക് റെഗുലേറ്ററി അതോറിറ്റിയുടെ താരിഫ് പ്രകാരം. മലപ്പുറത്ത് CPIയിൽ കൂട്ടരാജി. പൂക്കോട്ടൂർ ലോക്കൽ കമ്മിറ്റിയും 4 ബ്രാഞ്ച് കമ്മിറ്റികളും പിരിച്ചുവിട്ടു. സംസ്ഥാന സർക്കാരിനോടുള്ള വിയോജിപ്പും ഗ്രൂപ്പിസവുമാണ് പാർട്ടി വിടാൻ കാരണമെന്ന് രാജിവെച്ചവർ. പായലും പൂപ്പലും നിറഞ്ഞ തിരുവനന്തപുരം ആക്കുളം കായൽ. കായലിന്റെ പരിപാലനം കമ്പനി നടത്തണമെന്ന കരാറിൽ ടൂറിസം വകുപ്പിന്റെ തീരുമാനം വൈകുന്നതിനാലാണ് പദ്ധതി നീളുന്നതെന്ന് നാട്ടുകാർ. തിരുവല്ല AC റോഡിൽ KSRTC ടെർമിനലിന് മുന്നിലെ കുഴി അപകട ഭീഷണിയാകുന്നു. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവെന്ന് നാട്ടുകാർ. നടപടിയെടുക്കാതെ അധികൃതർ. കാസർഗോഡ് തളങ്കര മുസ്ലിം ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു.
3000-ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ക്യാമ്പ് സംഘടിപ്പിച്ചത് 1975-ലെ SSLC ബാച്ചിന്റെ നേതൃത്വത്തിൽ. ശക്തമായ മഴയെ തുടർന്ന് കൊല്ലം കുണ്ടറ ചിറ്റുമല ചിറയിലെ ജലനിരപ്പ് ഉയർന്നതോടെ സമീപവാസികൾ ആശങ്കയിൽ. ഷട്ടറുകൾ പ്രവർത്തനരഹിതമായതോടെ ജലനിരപ്പ് നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ. വൈക്കം അമ്മച്ചി കൊട്ടാരത്തിന്റെ തനിമ നിലനിർത്തി പൈതൃക കെട്ടിട സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തം. ചോർച്ച പരിഹരിക്കണമെന്ന് നാട്ടുകാർ. തൃശൂർ കട്ടിലപ്പൂവം വാരിക്കുളം പ്രദേശത്ത് കാട്ടാനിറങ്ങിയ പ്രദേശങ്ങൾ സന്ദർശിച്ച് AC മൊയ്തീൻ MLA. മണ്ണുത്തി ഏരിയ സെക്രട്ടറി സണ്ണി ചെന്നിത്തല, CPIM താണിക്കുടം ലോക്കൽ സെക്രട്ടറി സാജൻ പോൾ മാടക്കത്തറ, പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ എന്നിവർക്കൊപ്പമായിരുന്നു സന്ദർശനം. പ്രവാസി ലീഗൽ സെൽ പുരസ്കാരം കേരള വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A ഹക്കീമിന്. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രവാസി ലീഗൽ സെല്ലിന്റെ പ്രഥമ വൈസ് പ്രസിഡന്റ് K പത്മനാഭന്റെ സ്മരണാർത്ഥമാണ് പുരസ്കാരം. വടക്കാഞ്ചേരി കുമ്പളങ്ങാട് KPL നഗറിന് സമീപം കുറുനരിയെ വാഹനമിടിച്ചു പരിക്കേറ്റ നിലയിൽ കണ്ടെത്തി. വനപാലകരെത്തി കുറുനരിയെ തൊട്ടടുത്ത കുറ്റിക്കാട്ടിലേക്ക് നീക്കി. പുരോഗമന കലാസാഹിത്യ സംഘം ടൗൺ യൂണിറ്റ് പുറത്തിറക്കിയ ഇരിങ്ങാലക്കുടയും ഞാനും എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. മന്ത്രി ഡോക്ടർ R ബിന്ദു അശോകൻ ചെരുവിലിന് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. കോഴിക്കോട് വടകര പാതിയാരക്കര TV നാരായണൻ അടിയോടി മാസ്റ്റർ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. ചീനംവീട് UP സ്കൂൾ, CKG HSS എന്നിവിടങ്ങളിൽ അധ്യാപകനായിരുന്നു. വടകര വിവേകാനന്ദ ഹിന്ദി കോളേജ് സ്ഥാപകനാണ്. പ്രചാരക് രത്ന, വിശിഷ്ട സേവാ സമ്മാൻ, വിശിഷ്ട ഹിന്ദി പ്രചാരക്, വൊക്കേഷണൽ എക്സലൻസ് അവാർഡ്, പ്രേംചന്ദ് അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട്. സംസ്കാരം ഇന്ന് രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. സംസ്ഥാനത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും സർവകലാശാലകളിലും 4 വർഷ ബിരുദ ക്ലാസുകൾക്ക് ഇന്ന് തുടക്കം. തിരുവനന്തപുരം ഗവൺമെന്റ് വനിതാ കോളേജിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്നു മുതൽ ഏർപ്പെടുത്തിയ ദർശന നിയന്ത്രണം പിൻവലിച്ചു. ഭക്തജന തിരക്ക് നിയന്ത്രണ വിധേയമായ സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് ദേവസ്വം. അന്നമനട മാള റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് അന്നമനട മണ്ഡലം കമ്മിറ്റി വാഴ നട്ട് പ്രതിഷേധിച്ചു. നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രാഹുൽ വിജയൻ അധ്യക്ഷനായി. കൊല്ലം വെളിനല്ലൂർ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഭാ സംഗമം നടത്തി. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ ആദരിച്ചു. PC വിഷ്ണുനാഥ് MLA, KSU മുൻ സംസ്ഥാന അധ്യക്ഷൻ KM അഭിജിത്ത് എന്നിവർ പുരസ്കാരം വിതരണം ചെയ്തു. ലത്തീൻ കത്തോലിക്ക സഭ വരാപ്പുഴ അതിരൂപത സഹായമെത്രാനായി ബിഷപ്പ് ഡോക്ടർ ആന്റണി വാലുങ്കൽ ചുമതലയേറ്റു. കൊച്ചി വല്ലാർപാടം സെന്റ് മേരീസ് ബസിലിക്ക ദേവാലയത്തിലായിരുന്നു ചടങ്ങുകൾ. വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കത്തോലിക്ക കോൺഗ്രസിന്റെ തൃശൂർ പഴുവിൽ ഫെറോന കുടുംബസംഗമം നടന്നു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫെറോന പള്ളിയിൽ നടന്ന സംഗമം ഫാദർ ഡോക്ടർ വിൻസെന്റ് ജെർവത്തൂർ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തുറയൻ അധ്യക്ഷനായി. അട്ടപ്പാടി നെല്ലിപ്പതി കുത്തനടി ഭാഗത്ത് ഒറ്റയാൻ ചെരിഞ്ഞു. 12 വയസ്സുള്ള കൊമ്പനാണ് ചെരിഞ്ഞത്. അഗളി റേഞ്ചിന്റെ കീഴിലാണ് പ്രദേശം. സാംബവ മഹാസഭ ഇടമൺ മണൽവാരി 1595 നമ്പർ ശാഖയുടെ കുടുംബ സംഗമം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി രാമചന്ദ്രൻ മുല്ലശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് S സുനിൽ അധ്യക്ഷനായി. കായംകുളത്ത് KSRTC കണ്ടക്ടറെ അസഭ്യം പറഞ്ഞയാൾ പിടിയിൽ. കൊട്ടാരക്കര ഇഞ്ചക്കാട് സ്വദേശി ഷിബുവിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ 24 പുറത്തുവിട്ടിരുന്നു. നോക്കാം ഇനി പ്രധാന അറിയിപ്പുകൾ. തിരുവനന്തപുരം പൂവച്ചൽ പഞ്ചായത്തിൽ ജ്വാല പദ്ധതി നടത്തിപ്പിനായി കരാർ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. MSc സൈക്കോളജി, MSW യോഗ്യതയുള്ളവർക്ക് അപേക്ഷ നൽകാം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 6. വർക്കല വെട്ടൂർ GHSSൽ HS നാച്ചുറൽ സയൻസ് വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപക ഒഴിവ്. അഭിമുഖം ഇന്നുച്ചയ്ക്ക് 1 മണിക്ക്. NSDCയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആംപർ പ്രൊജക്ടിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. 18 മുതൽ 28 വയസ്സുവരെ പ്രായമുള്ളവർക്ക് അപേക്ഷ നൽകാം.
ടൂറിസം ഹോസ്പിറ്റാലിറ്റി, കസ്റ്റമർ റിലേഷൻ ഓഫീസർ, ബാങ്കിംഗ് ഓഫീസർ എന്നീ കോഴ്സുകളിലേക്കാണ് പരിശീലനം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ പ്രൊജക്ട് അസോസിയേറ്റിന്റെ താൽക്കാലിക ഒഴിവ്. പബ്ലിക് ഹെൽത്തിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. വാക്ക് ഇൻ ഇന്റർവ്യൂ ഈ മാസം 10-ന്. കാസർഗോഡ് LBS കോളേജ് ഓഫ് നഴ്സിംഗിൽ കരാർ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാർത്ഥികൾക്ക് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ പ്രകാരമുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 8. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ ഒഴിവുകൾ. കോർപ്പറേഷന്റെ നവി മുംബൈ ഹെഡ് ഓഫീസിലും ഇന്ത്യ ഒട്ടാകെയുള്ള ബ്രാഞ്ച് ഓഫീസുകളിലുമായി 214 ഒഴിവുകളാണുള്ളത്. വിശദമായ വിവരങ്ങൾ വെബ്സൈറ്റിൽ. ശാസ്താംകോട്ട ഗവൺമെന്റ് HSSൽ UP വിഭാഗം ജൂനിയർ ഹിന്ദി ടീച്ചർ തസ്തികയിൽ താൽക്കാലിക നിയമനം. അഭിമുഖം ഇന്നുച്ചയ്ക്ക് 2-ന്. ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജിൽ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിലും ജനറൽ സർജറി വിഭാഗത്തിലും കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവ്. അഭിമുഖം ഈ മാസം 9-ന്. എലഞ്ഞിപ്ര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സായാനോപ്പിയിൽ ഡോക്ടറുടെ ഒഴിവ്. അഭിമുഖം ഈ മാസം 6-ന് രാവിലെ 10-ന് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കും. പാലക്കാട് നെന്മാറ ഗവൺമെന്റ് ITI പ്രവേശനത്തിന് അപേക്ഷിക്കേണ്ട തീയതി നീട്ടി. ഈ മാസം 5 വരെ അപേക്ഷ നൽകാം. കോഴിക്കോട് വടകര മടപ്പള്ളി GVHSSൽ UPSA FTCM ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം ഇന്ന് രാവിലെ 10-ന്. എറണാകുളം കരുമാലൂർ, ആലങ്ങാട്, കടുങ്ങല്ലൂർ പഞ്ചായത്തുകളിൽ ഇന്ന് കുടിവെള്ള വിതരണം മുടങ്ങും. നിയന്ത്രണം മുപ്പത്തടം ജലശുദ്ധീകരണശാലയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ. ആലപ്പുഴ മുതുകുളം പഞ്ചായത്തിൽ ഇന്ന് സൂപ്പർ ക്ലോറിനേഷൻ. രാവിലെ 8 മുതൽ 5 വരെ പൈപ്പ് ലൈനിലെ വെള്ളം തുറന്നുവിടുകയോ ഉപയോഗിക്കുകയോ ചെയ്യരുതെന്ന് ജല അതോറിറ്റി കായംകുളം അസിസ്റ്റന്റ് എഞ്ചിനീയർ. നോക്കാമിനി ദേശീയ വാർത്തകൾ. അമർനാഥ് തീർത്ഥാടനത്തിന്റെ ആദ്യ ദിന ദർശനം നടത്തിയത് 13,000-ലധികം തീർത്ഥാടകർ. കർശന സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് തീർത്ഥാടനം നടക്കുന്നത്. 52 ദിവസത്തെ തീർത്ഥാടനം ഓഗസ്റ്റ് 19-ന് സമാപിക്കും. ജമ്മുകശ്മീരിൽ അമർനാഥ് തീർത്ഥാടകർ സഞ്ചരിച്ച വാൻ മറിഞ്ഞ അപകടം. 2 പേർക്ക് പരിക്കേറ്റു. അപകടം ചന്ദൻവാരിക്ക് സമീപം. കനത്ത മഴയിൽ ഉത്തർപ്രദേശിലെ മധുരയിൽ വാട്ടർ ടാങ്കിന്റെ ഒരു ഭാഗം തകർന്ന് 2 പേർ മരിച്ചു. 13 പേർക്ക് പരിക്കേറ്റു. വാട്ടർ ടാങ്ക് നിർമ്മിച്ചത് 3 വർഷം മുമ്പ്. അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ഗുജറാത്തിൽ സ്കൂൾ ഉടമ അറസ്റ്റിൽ. ഗോദ്രയിലെ ജയ് ജലാം സ്കൂൾ ഉടമ ദീക്ഷിത് പട്ടേലാണ് CBIയുടെ പിടിയിലായത്. ഇതുവരെ അറസ്റ്റിലായത് 6 പേർ. ഡൽഹിയിലെ ഹർഷ് വിഹാറിൽ ഇരുനില വീടിന്റെ ടെറസ് തകർന്ന 6 വയസ്സുകാരന് ദാരുണാന്ത്യം. അപകടമുണ്ടായത് കുട്ടി കളിച്ചുകൊണ്ടിരിക്കെ. വീട്ടുടമ രാംജിലാൽ ഒളിവിൽ. ഉത്തരാഖണ്ഡിലെ കേദാർനാഥിന് സമീപം ഹിമപാതം. ആർക്കും പരിക്കില്ല. ചാർധാം യാത്ര നടക്കുന്നതിനാൽ നിരവധി ഭക്തരാണ് ഇവിടെ ദർശനത്തിന് എത്തുന്നത്. നീറ്റ് UG പേപ്പർ ചോർച്ചാ കേസിൽ ബീഹാറിൽ 20 പേരെ CBI ചോദ്യം ചെയ്തു. നിർണായക തെളിവുകൾ ലഭിച്ചതായി സൂചന. 13 പേരെ ചോദ്യം ചെയ്യാൻ CBI കോടതിയിൽ നിന്ന് പ്രത്യേക അനുമതി തേടി. തീവ്ര ഇസ്ലാമിക സംഘടനയായ ഹിസ്ബുത്ത് തരീഖുമായി ബന്ധപ്പെട്ട കേസിൽ തമിഴ്നാട്ടിൽ 2 പേരെ NIA അറസ്റ്റ് ചെയ്തു. പിടിയിലായത് തഞ്ചാവൂർ സ്വദേശികൾ. NIA സംഘം റെയ്ഡ് നടത്തിയത് 5 ജില്ലകളിൽ. അസമിൽ ബലാത്സംഗ കൊലപാതക കേസിലെ പ്രതികളുടെ വീടുകൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കി. സർക്കാർ ഭൂമി കയ്യേറിയെന്നാരോപിച്ചാണ് വീടുകൾ തകർത്തത്. ഗോൾപ്പാറ ജില്ലാ ഭരണകൂടത്തിന്റേതാണ് നടപടി. കുവൈത്ത് റേഡിയോ നമസ്തേ കുവൈത്ത് എന്ന പേരിൽ ഹിന്ദി ഭാഷാ പരിപാടി ആരംഭിച്ചതിൽ നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരാമർശം പ്രതിമാസ പരിപാടിയായ മൻ കി ബാത്തിൽ. കുവൈത്ത് ദേശീയ റേഡിയോയിൽ എല്ലാ ഞായറാഴ്ചകളിലും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയാണ് നമസ്തേ കുവൈത്ത്. അസമിലെ കനത്ത മഴയെ തുടർന്ന് ബ്രഹ്മപുത്ര നദിയിൽ ജലനിരപ്പ് ഉയർന്നു. 14 ജില്ലകളെയും 309 ഗ്രാമങ്ങളെയും വെള്ളപ്പൊക്കം ബാധിച്ചതായി അസം സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. പ്രളയത്തിൽ തകർന്ന ചന്ദ്രവാൾ ജലശുദ്ധീകരണ പ്ലാന്റ് ഡൽഹി മന്ത്രി അതിഷി സന്ദർശിച്ചു. പമ്പ് ഹൌസിന്റെ അറ്റകുറ്റപ്പണി എത്രയും വേഗം പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം. ഡൽഹിയിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച ഡൽഹി സർക്കാർ 10 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകും.
ജന്തുജാലങ്ങളുടെയും ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി ഇന്ത്യ മാറിയെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച ആനിമൽ ടാക്സോണമി സമ്മിറ്റ് 2024 സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. നോക്കാം ഇനി രാജ്യാന്തര വാർത്തകൾ. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ ആക്രമണം. കഫർകില ഗ്രാമത്തിലും ആക്രമണം ഉണ്ടായി. നിരവധി പേർക്ക് പരിക്കേറ്റു. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 6. 25 പേർക്ക് പരിക്കേറ്റു. വെള്ളപ്പൊക്ക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ ഭരണകൂടം. തായ്വാൻ മേഖലയിൽ വീണ്ടും പ്രകോപനവുമായി ചൈന. 5 ചൈനീസ് സൈനിക വിമാനങ്ങളും 7 നാവിക കപ്പലുകളും എത്തിയതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം. ഫ്രാൻസിൽ വിവാഹ ചടങ്ങിനിടെ വെടിവെപ്പ്. ഒരു മരണം, 5 പേർക്ക് പരിക്കേറ്റു. വടക്ക് കിഴക്കൻ നഗരമായ തിയോൺവില്ലിലാണ് ആക്രമണമുണ്ടായത്. പാകിസ്ഥാനിലെ കാശ്മീർ ജില്ലയിൽ വാഹനാപകടം. 4 പോലീസുകാർ മരിച്ചു, 5 പേർക്ക് പരിക്കേറ്റു. ടയർ പൊട്ടി പോലീസ് വാഹനം മറിഞ്ഞാണ് അപകടം. യൂറോപ്യൻ യൂണിയന്റെ നേതൃസ്ഥാനം ഏറ്റെടുത്ത് ഹംഗറി. 6 മാസം നീളുന്ന പ്രസിഡന്റ് സ്ഥാനം തിങ്കളാഴ്ച ഏറ്റെടുക്കും. പുതിയ യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് സഖ്യം രൂപവൽക്കരിക്കുമെന്ന് ഹംഗറി പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ. കുവൈത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് പ്രത്യേക വിഭാഗം രൂപീകരിക്കും. കുവൈത്ത് സൊസൈറ്റി ഫോർ ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന പേരിലാകും അറിയപ്പെടുക. തീരുമാനം മംഗഫിൽ തീപിടുത്തത്തിൽ ഇന്ത്യക്കാരുൾപ്പെടെ 49 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിന് പിന്നാലെ. സൗദിയിലെ സ്ഥാപനങ്ങൾ ഖിവ പോർട്ടലിൽ ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്യണമെന്ന് നിർദ്ദേശം പാലിക്കാത്തവർക്ക് സേവനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. നേരത്തെ അപ്ലോഡ് ചെയ്തവരും നിർദ്ദേശം പാലിക്കണം. ദുബായിൽ നിയമവിരുദ്ധമായി ഇന്ധന വിൽപ്പന നടത്തുന്നവരെ കണ്ടെത്താൻ പരിശോധന ശക്തം. അനധികൃത വ്യാപാരം പൊതുസുരക്ഷയ്ക്ക് വെല്ലുവിളിയാകുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. സുപ്രീം കൗൺസിൽ ഓഫ് എനർജി പരിശോധന നടത്തും. യുഎഇയിൽ പെട്രോൾ വില കുറച്ചു. ലിറ്ററിന് 15 ഫിൽസ് വീതമാണ് കുറച്ചത്. സ്പെഷ്യൽ സൂപ്പർ പെട്രോളുകളുടെ വില 3 ദിർഹത്തിൽ താഴെയെത്തി. കുവൈത്തിൽ ഇന്നു മുതൽ പെട്രോൾ വില കുറയും. പ്രീമിയം പെട്രോളിന് 85 ഫിൽസ്, പ്രീമിയം സ്പെഷ്യലിന് 95 ഫിൽസ്, അൾട്രയ്ക്ക് 205 ഫിൽസ് എന്നിങ്ങനെയാണ് പുതിയ നിരക്ക്. സെപ്റ്റംബർ 30 വരെ ഇളവ് തുടരുമെന്ന് അധികൃതർ. ബുള്ളറ്റ് പ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമം. റോയൽ എൻഫീൽഡ് ഗറില്ല 480 ഈ മാസം 17 വിപണിയിലെത്തും. അന്താരാഷ്ട്ര ലോഞ്ചിംഗ് ബാഴ്സലോണയിൽ. വാഹനത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ട് കമ്പനി. പ്രമുഖ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ ആപ്പിളിന്റെ പുതിയ ഐഫോൺ സെപ്റ്റംബറിൽ പുറത്തിറങ്ങിയേക്കും. ഐഫോൺ 16 സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കമ്പനി പുറത്തുവിട്ടിട്ടില്ല. ആയുധ ഇടപാടുകളെക്കുറിച്ചുള്ള UN റിപ്പോർട്ട് നിഷേധിച്ച് മ്യാൻമാർ സെൻട്രൽ ബാങ്ക്. റിപ്പോർട്ട് സാധാരണക്കാരുടെ താൽപ്പര്യങ്ങളെ ഹനിക്കുന്നതായി ബാങ്ക്. കുറഞ്ഞ ചെലവിൽ വിദേശ സന്ദർശനത്തിനായി സഞ്ചാരികൾ കൂട്ടത്തോടെ ജപ്പാനിലേക്ക്. ഈ വർഷം ആദ്യ 5 മാസത്തിൽ 14.5 ദശലക്ഷത്തിലധികം പേർ ജപ്പാനിലെത്തിയതായി കണക്കുകൾ. സസ്യ എണ്ണ, ധാന്യം, പാൽപ്പൊടി എന്നിവയുടെ ഇറക്കുമതിക്ക് തീരുവ ഇളവ് നൽകി ഇന്ത്യ. ഭക്ഷ്യവിലക്കയറ്റം കുറയ്ക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നടപടി. 1,50,000 ടൺ സൂര്യകാന്തി എണ്ണ ഇറക്കുമതി ചെയ്യും. 737 മാക്സ് 9 വിമാനം എയർ ബോയിങ്ങിന് തിരികെ നൽകുന്നതായി അലാസ്ക. പറക്കലിനിടെ ഡോർ പാനൽ പൊട്ടിത്തെറിച്ച സംഭവത്തിന് പിന്നാലെയാണ് നടപടി. കായിക വാർത്തകൾ. യൂറോ കപ്പ് പ്രീ ക്വാർട്ടറിൽ ഇന്ന് ഫ്രാൻസ് ബെൽജിയം സൂപ്പർ പോരാട്ടം. രാത്രി 9:30-ക്കാണ് മത്സരം. ഇരു ടീമുകളും ഗ്രൂപ്പ് റൗണ്ടിൽ നിന്ന് 2ാം സ്ഥാനക്കാരായാണ് പ്രീ ക്വാർട്ടറിൽ എത്തിയത്. യൂറോ കപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ സ്ലൊവേനിയയെ നേരിടും. മത്സരം രാത്രി 12:30-ക്ക്. വിംബിൾഡൺ ടെന്നീസ് ടൂർണമെന്റിന് ഇന്ന് തുടക്കം. പുരുഷ സിംഗിൾസിൽ നിലവിലെ ചാമ്പ്യൻ കാർലോസ് അൽക്കാരസ്, ലോക 1-ാം നമ്പർ യാനിക് സിന്നർ തുടങ്ങിയവർ ഫസ്റ്റ് റൗണ്ട് പോരാട്ടത്തിന് ഇറങ്ങും. ഇന്ത്യൻ പ്രതീക്ഷയായ സുമിത് നാഗലിനും ഇന്ന് മത്സരമുണ്ട്. ചെന്നൈ ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്കൻ വനിതകൾക്കെതിരെ ഇന്നിംഗ്സ് ജയം ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്നിറങ്ങും. ഫോളോ ഓൺ ചെയ്യുന്ന ദക്ഷിണാഫ്രിക്ക 2-ന് 232 എന്ന നിലയിലാണ്. ഇന്നിംഗ്സ് തോൽവി ഒഴിവാക്കാൻ 105 റൺസ് കൂടി ആവശ്യം. യൂറോ കപ്പ് ആവേശപ്പോരിൽ സ്ലൊവാക്കിയെ തോൽപ്പിച്ച ഇംഗ്ലണ്ട് ക്വാർട്ടറിൽ. എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട മത്സരത്തിൽ ഇംഗ്ലണ്ടിന്റെ ജയം 1-2 ഗോളിന്. 2020 ലോകകപ്പിലെ ടീം ഓഫ് ദ ടൂർണമെന്റിനെ പ്രഖ്യാപിച്ച ICC. ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീമിൽ നിന്ന് 6 താരങ്ങൾ ടീമിൽ ഇടം പിടിച്ചു. രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ഹർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ, അക്സർ പട്ടേൽ, അർഷദീപ് സിംഗ് എന്നിവരാണ് ഇന്ത്യൻ താരങ്ങൾ. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് 3 താരങ്ങളും ടീമിലെത്തി.
നോക്കാം ഇനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. റീ റിലീസിനൊരുങ്ങുന്ന മലയാള ചിത്രമായ ദേവദൂതനിലെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ. സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റർ ലോഞ്ച് ചെയ്ത് മോഹൻലാൽ. ജീത്തു ജോസഫ് ബേസിൽ ചിത്രം നുണക്കുഴിയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചു. ലേസ് ഡേ ഔട്ട് എന്ന ടാഗ് ലൈനോടെ പുറത്തുവന്ന പോസ്റ്ററിൽ ബേസിലും ഗ്രേസ് ആന്റണിയുമാണ് ഉള്ളത്. ചിത്രം ഓഗസ്റ്റ് 15 തിയേറ്ററുകളിൽ. എക്സ്ട്രാ ഡീസന്റിന്റെ സ്പെഷ്യൽ പോസ്റ്റർ പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ. സുരാജ് വെഞ്ഞാറമൂട് നായകനാകുന്ന ചിത്രത്തിൽ ഗ്രേസ് ആന്റണി, വിനയപ്രസാദ്, സുധീർ കരമന എന്നിവർ പ്രധാന വേഷത്തിൽ എത്തും. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ പിഴയും തടവ് ശിക്ഷയും ലഭിക്കുമെന്ന പേരിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജം. റെയിൽവേ ടിക്കറ്റ് അനധികൃതമായി വാങ്ങുന്നതും വിതരണം ചെയ്യുന്നതും മാത്രമാണ് കുറ്റകരം. ഇനി ലേറ്റസ്റ്റ് ന്യൂസ്. ജമ്മുകശ്മീരിൽ നിന്ന് ആയുധക്കടത്തുകാരെ പിടികൂടി CRPF. ഇവരുടെ പക്കൽ നിന്ന് ആയുധങ്ങൾ പിടിച്ചെടുത്തു. സംഭവം ശ്രീനഗറിലെ മുസ്തഫാബാദ് മേഖലയിൽ. തെലങ്കാനയിൽ നിന്ന് മയക്കുമരുന്ന് പിടികൂടി. പിടിച്ചെടുത്തത് 31 കിലോ കഞ്ചാവ്. പ്രതികൾ അറസ്റ്റിൽ. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ഗ്യാസ് പൈപ്പ് ലൈൻ പൊട്ടിത്തെറിച്ച അപകടം. ആളപായമില്ല. അപകടത്തിന്റെ കാരണം അവ്യക്തം. വീണ്ടും ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തി ഉത്തര കൊറിയ. നിരീക്ഷണം ശക്തമാക്കിയതായി ദക്ഷിണ കൊറിയ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ്.